എൻ്റെ പ്രസാദേ, ഇന്ന് പത്രയോടെ താമസിച്ചോ? എത്ര സമയമായി? ആ ഗോപാല മാഷോ, സൈക്കിൾ എന്നും പണി തന്നു മാഷേ. മാഷിന് സ്കൂളിൽ പോണ്ടായോ? ടൗൺ വരെ ഒന്ന് പോകണം. 10 മണിയാകുമ്പോൾ സ്കൂളിൽ ചെന്നാൽ മതിയല്ലോ. മാഷിനോട് കാര്യം പറഞ്ഞിട്ടുണ്ടെന്നാൽ എൻ്റെ ജോലി നടക്കത്തില്ല. ഞാൻ പോട്ടെ മാഷേ. ശരിയെങ്കിൽ ആ ജോയി, എന്തുണ്ട്? അച്ഛൻ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പള്ളിപ്പറമ്പിലെ തേങ്ങയുടെ ആള് വരാന്ന് പറഞ്ഞിട്ട് എന്തായി? അത് ഞാൻ നമ്മുടെ ബാലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. നാളെ എത്തിക്കോളും. നമ്മുടെ മേലെടുത്ത് ജിമ്മിച്ചൻ ഗൾഫിൽ പോയിട്ട് കുറെ നാളായല്ലോ. ജിമ്മിച്ചുള്ളപ്പോൾ ഒരു രസമായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് കളിച്ചു വളർന്നതല്ലേ. ഗൾഫിൽ പോയിട്ട് രക്ഷപ്പെട്ട്, അതുകൊണ്ട് വലിയൊരു വീടൊക്കെ വെച്ചില്ലേ. അതൊക്കെ അവന്റെ വിയർപ്പിന്റെ ഫലം. അവന്റെ ഭാര്യയും മകളും തൂർത്തടിയാന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം പള്ളി വന്നപ്പോ അച്ഛനോട് പറയുന്നത് കേട്ട് ഇനിയും ഒരു കാറ് വാങ്ങണമെന്ന്. അതവിടെ നിൽക്കട്ടെ, ഞാൻ അച്ഛനോട് വെച്ച വാഴത്തിന്റെ കാര്യം എന്തായി? അത് ബാക്കിൽ ഷെഡ് ഇരിക്കുന്നെന്ന് അച്ഛൻ പറഞ്ഞു. പോയെടുത്തു. എന്താ മമ്മി? നമുക്കേ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പുറത്തു പോകണം. ഡ്രൈവർ അനീഷിനെ ഒന്ന് വിളിക്കണേ. എന്നിട്ട് മോളും ഒരുങ്ങണേ പെട്ടെന്ന്. ശരി മമ്മി. അനീഷേട്ടാ, ഇങ്ങോട്ടൊന്ന് വരണേ. ഞങ്ങൾക്ക് കുറച്ച് സാധനം മേടിക്കാൻ പോകണം. വേഗം വരണേ. മോളെ വേഗം ഇറങ്ങിക്കേ. ശരി മമ്മി, ദാ വരുന്നു. മേഡം ഇറങ്ങാറായോ? ആ, അനീഷ് വന്നോ? കാറിന്റെ ചാവി ദേ ഇരിക്കുന്നു. ആ ഹായ്. മേഡം പോകാം. ആ, പോകാം. മേഡം പോയാലോ? ആ, പോകാം. എന്താ ചേച്ചി നോക്കുന്നേ? പുതിയ കളക്ഷൻസ് ഒക്കെ അപ്പുറത്താ. ആർക്കാ നോക്കുന്നേ? ചേച്ചിക്കാണോ മോക്കാണോ? ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണം. അതിനെന്താ ചേച്ചി, രണ്ടുപേർക്കുള്ള കളക്ഷൻ ഉണ്ട്. ഇതിന്റെ റേറ്റ് എത്രയാ? ഇത് ഇച്ചിരി റേറ്റ് കൂടുതലാ. വിലയൊന്നും ഒരു പ്രശ്നമില്ല. ഇതെടുത്തു. ശരി. എല്ലാം എടുത്തോ? ആ, കഴിഞ്ഞു. എത്രയായി? ഡിസ്കൗണ്ട് എല്ലാം കഴിഞ്ഞ് 20,000 ആയി. ഓ, അത്രയായല്ലോ. ദാ, താങ്ക് യു. യു ആർ വെൽക്കം. ഹലോ, ലില്ലിയാണോ? കാശിന്റെ കാര്യമല്ലേ? അത് ഞാൻ ഏറ്റു. മഹിളാ അസോസിയേഷന്റെ പ്രസിഡന്റായ എനിക്ക് നിങ്ങളെയൊക്കെ സഹായിച്ചല്ലേ പറ്റൂ. ഓ, ഓക്കെ. എന്താ മാഡം നോക്കുന്നത്? ഒരു ഫോൺ വേണം. ഫോണ് ആ. ഇത് മതിയോ മാഡം?
ഇതിനെത്ര? ഇതിപ്പോൾ 20,000. ഇതിലും കൂടിയ ഏതെങ്കിലും? ഓ തരാം. ഇത് 35 വരും, ഉം. ഇത് 40 ആവും. ആ കൊള്ളാവോ? മതിയാ? ചെയ്തോ. ഓക്കെ, ഓക്കെ. ഇന്ന് നമ്മളെ പിടിച്ചോ. താങ്ക്സ്. ശരി എന്നാ. ആ മേഡം കഴിഞ്ഞോ? മോളെ, മമ്മി ഫുഡ് ഓർഡർ ചെയ്യട്ടെ? ഇന്നും പുറത്തുനിന്നാന്നോ മമ്മി? വീട്ടിൽ ചെന്ന സമയം പോവും മോളെ. മമ്മി എനിക്ക് കുഴിമന്തി മതി. മമ്മി എനിക്ക് സ്പ്രൈറ്റും കൂടി. പിന്നെന്താ? ചെയ്തിട്ടുണ്ടേ. മേഡം വീട്ടിലോട്ടല്ലേ? ആ അതെ അതെ, പൊക്കോ. മേഡം ആ താക്കോൽ. എത്ര അനീഷേ? മേഡം അങ്ങ് തന്നാ മതി. ദാ 1000 രൂപ കൂടുതലുണ്ട്, അത് വെച്ചോ കേട്ടോ. ഓ ആ അനീഷേ, ആ. ആ ലഗേജും കൂടി എടുത്തേ. ഓക്കെ. ആ ഫുഡ് വന്നോ? ബാലൻസ് ഇപ്പൊ തരാം. ബാലൻസ് നീ വെച്ചോ. താങ്ക് യു മാഡം. हमने आरंभ किया। कुछ समय बाद हमारा विमान कोचीन हवाई अड्डा उतरेगा। सुरक्षा की दृष्टि से എത്രയായി? 3000 രൂപയായി. താങ്ക് യു. മമ്മി പപ്പ വന്നു. അച്ചായ, ഇതെന്താ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പില്ലാതെ? പപ്പ എനിക്കെന്തെങ്കിലും കൊണ്ടുവന്നോ? മോക്കുള്ളതെല്ലാം ഈ പെട്ടിയിലുണ്ട്. ആ ജിമ്മിച്ചപ്പോ വന്നു. ഞാനിപ്പോ വന്നേ ഉള്ളൂ. എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷമൊക്കെ ഒരുപാട് പറയാനുണ്ട്. ആ ചെലവൊക്കെ ഉണ്ടേ. അതൊക്കെ ഞാനങ്ങ് ചെയ്യില്ലേ. വൈകിട്ട് പാറ കാണാം. ഓക്കെ ശരി. സുന്ദരി വാവേ. ദൈവമേ. ഡേയ്സിയെ, ആ ആ സോപ്പും തോർത്തും ഇങ്ങടുത്തെ. എല്ലാം അതിലുണ്ട് അച്ചായ. ഉണ്ടോ? ആ ആ നീ ഞാൻ കവല വരെ പോവാ. ഞാൻ ഇച്ചിരി താമസിക്കും. നീ കഥ അടച്ചേരെ കേട്ടോ. ആ ശരി അച്ചായ. സുരക്ഷ ജിമ്മി ഒന്ന് വിളിക്കടേ. എന്തുവിടെ എത്ര നേരം കൊണ്ട് നോക്കിയിരിക്കും? ഒരു ഉത്തരവാദിത്വം ഇല്ല. എന്തായി കാണിക്കുന്നത്? ഒരു കാര്യത്തിന് വിളിച്ചാൽ വരണ്ടേ? എവിടെയാണ് ഇയാളെ? എത്ര നേരം കൊണ്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നു? എന്നാ നിങ്ങൾ പറഞ്ഞ ആ സാധനം ഇതൊക്കെ മേടിച്ചോടെ. ഇത് എന്തുവിടെ പൊട്ടിക്കടാ. സാധനാന്നോടെ? പൊക്കോണം. 2 എണ്ണം നീ ഒഴി. നമ്മുടെ പണ്ടത്തെ പാട്ടുണ്ടല്ലോ, ഒന്ന് പാടിക്കടാ. എഴുന്നേറ്റ് അവിടുന്ന്. പായ വിരിച്ച് പായേലൊരു പറ നെല്ല് പൊലിച്ച് കാതുകുത്താൻ എപ്പ വരും നിന്റെ അമ്മവന്മാര് പൊന്നേ.
കാതുകുത്താൻ എപ്പ വരും നിന്റെ അമ്മവന്മാര് പൊന്നേ. ആ ഏ ഓ. പപ്പ ഇവിടെ പോവാ? അപ്പൊ ഒരു ആവശ്യത്തിന് പോവാ മോളെ. ഇന്ന് എന്റെ സ്കൂളിലെ കലോത്സവ. പപ്പ വരണേ? ശരി മോളെ. ഇത് മൊത്തം കൊടുക്കാനുള്ളതാ. അച്ഛൻ എന്താ പറയുന്നു? അതെ, ഒരു ന്യായമായ വിലയ്ക്ക് ഞാൻ തരാം. ഞാനൊന്ന് ആലോചിക്കട്ടെ. ആ, നാളെ ഞാൻ പറയാം. അങ്ങനെയോട്ടെ, അതിപ്പോ കുഴപ്പമില്ല. എത്രയാണെന്ന് അച്ഛൻ പറഞ്ഞാ മതി. ഹലോ ഹലോ, ജിമ്മിച്ചല്ലേ? അതെ, ജിമ്മിച്ചനാണ്. സ്കൂളിലെ മാഷാണേ. എന്താ മാഷേ? മോക്ക് ചെറിയൊരു ആക്സിഡന്റ് പറ്റി. കൂട്ടുകാരുമായിട്ട് റോഡ് ക്രോസ് ചെയ്യുക. ആ സമയത്ത് ഞാൻ നടന്നു വീഴുമ്പോഴാണ് ഈ സംഭവം കാണുന്നത്. നിങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ചുകൂടായിരുന്നോ? ഏത് ഹോസ്പിറ്റലിലെ മാഷെ കൊണ്ടുപോയി? പ്രണവ് ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകാൻ പോവാണ്. സിസ്റ്റർ, എന്റെ മോളെവിടെ? ഐസിയിലുണ്ട്, പേടിക്കണ്ട, ഡോക്ടർ നോക്കുന്നുണ്ട്. അയ്യോ, എന്റെ മോള്. ആ ഡോക്ടറെ ഒന്ന് വിളിക്കാം. വിളിക്കാം. എക്സ്ക്യൂസ് മീ, നിങ്ങളുടെ മകളാണല്ലേ? അതെ, എന്റെ മോളാണ് ഡോക്ടർ. കുട്ടിക്ക് അടിയന്തരമായി തലയിൽ ഒരു സർജറി വേണ്ടതായിട്ടുണ്ട്. അയ്യോ, എന്റെ മോള്. അതിന് കുറച്ചധികം പണം ആവശ്യമായി വരും. എന്ത് വില കൊടുത്തു എന്റെ മോളെ രക്ഷിക്കണം? ഓൾമോസ്റ്റ് 25 lakhs ആകും. അതിനുള്ള ഫെസിലിറ്റീസ് ഇവിടെയില്ല. മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തേ പറ്റൂ. എന്തുവാണെന്ന് വെച്ചാൽ ഡോക്ടർ അങ്ങ് ചെയ്യും. ഓക്കെ, ഞാൻ റെഡിയാ. ഓക്കെ, വി വിൽ ഡു. ഓൾ റൈറ്റ്. അച്ഛാ, ഡോക്ടർ എന്ത് പറഞ്ഞു? അതെ, വലിയൊരു സർജറി വേണമെന്നാ പറഞ്ഞു. 25 ലക്ഷം രൂപ ചെലവാകും. ചെല്ലേ, നീ പോയി പൈസ എടുത്തോണ്ട് വാ. പെട്ടെന്ന് പോ. അയ്യോ അച്ഛാ, അത്രയും കാശൊന്നും ബാങ്കിലില്ല. നീ എന്തുവാടി പറയുന്നേ? ഈ പണമെല്ലാം നീ എന്താ ചെയ്തേ? അത് ചെലവായി പോയി. എങ്ങനെ ചെലവായി? എങ്ങനെ ചെലവായിന്ന്? ഡേയ്, ആംബുലൻസ് കയറ്റേ, ഞാൻ ബില്ലടച്ചിട്ട് വരാം. ചെല്ലേ, പെട്ടെന്ന് ചെല്ലേ. നിന്റെ പൈസ വല്ലതും ഉണ്ടോ? ഇല്ലടാ, മോളുടെ ഫീസ് അടച്ചു പോയി. അഴിക്കേ, നീ ഇത് വിൽക്കുകയോ പണയം വയ്ക്കുകയോ എന്തെങ്കിലും ചെയ്യും. പൈസ മേടിച്ചോണ്ട് ഓടി വാ. ആ കാർ എടുത്തോണ്ട് പോ, പെട്ടെന്ന് പോട്ട് വാ. നിന്നോടാ പറഞ്ഞ നിൽക്കാൻ. ഇത്രയും നാള് ഞാൻ കിടന്ന് കഷ്ടപ്പെട്ട എന്റെ പൈസ മുഴുവൻ ചെലവാക്കിട്ട് നിന്നെ ഉണ്ടല്ലോ കൊല്ലും ഞാൻ. എവിടെയാണ് എന്റെ പൈസ? പറയടി. അതിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി. എന്തുവാ? രണ്ടുപേര് ഇവിടെ വന്നിരുന്നു. അവരുടെ കമ്പനി കുറച്ച് പണം ഇടാങ്കി പണം ഇരട്ടിക്കുമെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം കുറച്ച് പണം നമ്മുടെ ബാങ്കിൽ നിന്ന് അങ്ങോട്ട് കൊടുത്തു. ഒരക്ഷരം നീ എന്നോട് ചോദിച്ചോടി? അന്നേരം ഞാൻ ഒന്നും ഓർത്തില്ല. അവരെന്നെ കൊണ്ട് കുറെ ഡോക്യുമെന്റ്സ് ഒപ്പിടിപ്പിച്ചായ. പിന്നെ ഞാൻ എല്ലാം വിറ്റ് തൊലക്ക്. നീ കിടക്കുന്നൊന്ന് അനുഭവിക്കണം.
എന്താടാ ഇങ്ങനെ? ഞാൻ എൻ്റെ ഗൾഫ് ജീവിതം ഒന്ന് ഓർത്തു പോയതാണ്. നിങ്ങൾക്കറിയോ, ഞാൻ അത്ര സുഖമായിട്ടൊന്നും അല്ല ഗൾഫിൽ താമസിച്ചിരുന്നേ. ഒരുപാട് കഷ്ടപ്പെട്ടു. എൻ്റെ ആദ്യകാല ജീവിതം ഒന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. شغل التافه نو الله همار رو شغل الا رو شغل മോദിറ ഞാൻ പറക്കാം താൻ ബാധ്യത മുസ്കിലല്ലയോ അനാഥലയോ കലാസ് മാഫിയക്കൽ انا ما اسمي ذا എല്ലാതും അത്നേ അക്രം انت ابقى فلوس بلاش انا تبع عشان اراكل همار مك ما في انت طبعا روبلات ولا ഞാനിതൊന്നും എൻ്റെ ഭാര്യ മകളെ അറിയിച്ചിട്ടില്ല. പോട്രാ, നീ സമാധാനിക്ക്. എന്ത് സമാധാനം? ഇനി ഒന്നുമില്ല, എല്ലാം പോയി, നശിച്ചു. ഇത്രയും നാളും ഞാൻ കഷ്ടപ്പെട്ടത് കടം മാത്രം. നിങ്ങൾക്കറിയോ, ഞാൻ അവിടെ നിൽക്കുമ്പോ എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി. ഇത് കണ്ടോ, ലക്ഷങ്ങൾ ചെലവായി. ഞാനിതൊന്നും ഒരു മനുഷ്യനെ അറിയിച്ചിട്ടില്ല. പിന്നീട് എനിക്കൊരു അറ്റാക്കും ഉണ്ടായി. അങ്ങനെയും കുറെ കാശ് പോയി. കമ്പനിക്കൊരു ബാധ്യതയായതുകൊണ്ട് അവരെന്നെ പിരിച്ചുവിട്ടു. ഇനി നിങ്ങൾ പറ, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്ത് പറയാനാടാ? പോയതൊക്കെ പോട്ടെ, പറഞ്ഞിട്ട് ഇനി കാര്യമുണ്ടോ? നീ സമാധാനമായിട്ട് പോയി കിടന്നുറങ്ങ്, എല്ലാം ശരിയാവും. എന്നാ പിന്നെ ഓക്കെ. പിന്നെ ഈ വീട് സ്ഥലവും ഞാൻ കൊടുക്കാൻ പോവാ. അങ്ങനെ കുറെ കടവും ഒതുങ്ങുമല്ലോ. ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്ക്. ഞങ്ങളെ നോക്കിക്കോളാം. ശരി, ഓക്കെ. അച്ചായ, വീടും സ്ഥലം എല്ലാം വിൽക്കാൻ പോവാ അല്ലേ ചായ? അല്ല, എന്ത് ചെയ്യും? കടങ്ങളൊക്കെ വീട്ടണ്ടേ? അച്ചായ, എന്നോട് ക്ഷമിക്കണം. അച്ചായന്റെ കാശ് മുഴുവൻ വെറുതെ ആവശ്യമില്ലാതെ ഞാൻ ചെലവാക്കി. എന്നോട് ക്ഷമിക്കില്ലേ ചായ? സാരമില്ല, പോട്ടെ. അച്ഛനോ? ഇദ്ദേഹം പറഞ്ഞിട്ട് വന്നതാ വീടും സ്ഥലവും ഒന്ന് നോക്കാൻ. അതിനെന്താ? ഇതേ ഒരു ടോക്കണായിട്ട് ഇരിക്കട്ടെ. ബാക്കി തുക നാളെ എത്തിക്കാം. ശരി അച്ഛാ. ജിമ്മി, നമ്മൾ പറഞ്ഞുറപ്പിച്ച മുഴുവൻ തുകയും ഇതിനകത്തുണ്ട്.
ആ അതിന് പാട്ടെ. എടാ ജിമ്മിച്ചാൻ വരുന്നില്ലേ ഒന്ന്? ജിമ്മിച്ചായോ? ഓയ് തൊഴിലുറപ്പിന് വരുന്നില്ലയോ? ഞങ്ങള് വരുന്നില്ലയോ? എടാ നിക്കണേ, ഞാനും വരുന്നേ. ആ പോവല്ലേടാ. തൂമ്പ എന്തേടി? അല്ല ഞാൻ എടുത്തോളാം. ഇന്ന് കയ്യാലോ വരാല്ലയോ? ആ എന്തായാലും ജിമ്മിച്ചാ കെട്ടിയോളം മര്യാദ പഠിച്ചില്ലയോ? ആ ഒന്നും പറയണ്ട.